ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നവ്യയോട് നയന എല്ലാ കാര്യവും പറയുവാണ് കേട്ടോ. കേട്ട് കഴിയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതൊരു ചതിയായിപ്പോയല്ലോ, ഇത് നിൻ്റെ അമ്മായിയമ്മ മനഃപൂർവ്വം ചെയ്തതാവാനാണ് സാധ്യത. എനിക്ക് നിനക്ക് കിട്ടിയ അമ്മായിയമ്മമാരെല്ലാം കണക്കാ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അത് സാരമില്ല, നല്ലൊരു വേണ്ടിയിട്ടല്ലേ, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുവാണ്, അതൊക്കെ ശരിയാ, ഇനി 41 ദിവസം കഴിയുമ്പോഴും ഇവരെന്തെങ്കിലും കാരണം കൊണ്ട് വരും എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശേട്ടൻ അതിന് വേണ്ട പോലെ മറുപടി കൊടുത്തോളും. ഇപ്പോൾ എന്തായാലും മുത്തശ്ശന് വേണ്ടിയിട്ടുള്ളതല്ലേ, നല്ല കാര്യമാണ്, നടക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ നയനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പോട്ടെ, അനി എന്ന് പറയുന്നവൻ പോകുന്നുണ്ടോ? പോകാൻ സാധ്യതയില്ല, അവനൊരു മാറ്റമൊന്നും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇനി കുഞ്ഞെങ്ങാനും ഉണ്ടായി കഴിയുമ്പം എന്തെങ്കിലും വന്നെങ്കിലായി എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിയുമ്പം ജയൻ ദേവയാനോട് ചോദിക്കുവാണ്, ഇത് നീ മനഃപൂർവ്വം ചെയ്തതല്ലേ അവരുടെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട്? അതല്ലാണ്ട് നിനക്കിങ്ങനെ ഒരു നേർച്ചയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അച്ഛനോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, മനഃപൂർവ്വം ഒന്നുമല്ല, എല്ലാവരും പോകുന്നുണ്ട്, ആദർശം മാത്രമല്ലല്ലോ, ജയേട്ടനും ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും പോകുന്നുണ്ട്, പിന്നെ അവർക്കെന്താ പ്രത്യേകത എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് പറയണം, പിന്നെ നിങ്ങൾക്കാർക്കും എൻ്റെ മനസ്സിലെന്താണെന്ന് ഒരിക്കലും അറിയത്തില്ല, എനിക്ക് അച്ഛനോടുള്ള സ്നേഹമൊന്നും ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തെങ്കിൽ അയ്യപ്പസ്വാമി അതിൻ്റെ അനുഗ്രഹം കൊടുക്കും. ആദർശം എന്തായാലും നോമ്പെടുത്ത് പോകുന്നതിൻ്റെ അനുഗ്രഹം അവനുണ്ടാവും. അല്ലാത്തവർക്ക് അതിന് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒട്ടും വിട്ടു കൊടുക്കാതെ തന്നെ ദേവയാനി പറയുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനതിൻ്റെ അനുഭവിച്ചോളാം എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോൾ അനാമികയും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം നയനയുടെ യാത്ര മുടങ്ങിയതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നവ്യ പുറകിൽ നിന്ന് കേൾക്കുവാണ്. അതേസമയത്ത് അനാമികയുടെ അമ്മ അനാമിയോട് പറയാം, എന്തായാലും ഇപ്പോൾ മോൾ ആഗ്രഹിച്ച പോലെ തന്നെ ആയല്ലോ, അവരെന്തായാലും അങ്ങനെ യാത്ര പോകണ്ട, അച്ഛനോടും കൂടി ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്. ഇതൊക്കെ നവ്യ മാറിയെന്ന് കേൾക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അവളുടെ അച്ഛനോടും വരുന്നുണ്ടോ? വരട്ടെ, എല്ലാത്തിനോടും ഒരുമിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ നവ്യ അവിടെ നിന്നും പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും രേവതി പറയാണ്, മോളെ എന്തായാലും ഇവിടെ കയറിപ്പറ്റി, എങ്ങനെയും ആ കിളവനെയും കയ്യിലെടുക്കാൻ നോക്ക്, അല്ലാണ്ട് ഒരു കാര്യവും നടക്കുകയല്ല. നയന ആണല്ലോ ഒന്ന് മരുന്നെടുത്ത് കൊടുക്കുന്നത്, ഇന്നിപ്പം മോളി ഒന്ന് മരുന്നെടുത്ത് കൊടുക്കുക, പിന്നെ എന്തായാലും അവർ പോയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതും കൂടെ മോള് അങ്ങ് സൂചിപ്പിച്ചേക്കെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അനാമി പറയുന്നുണ്ട്, ഞാനെങ്ങും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുമ്പം രേവതി പറയാണ്, അതൊന്നും നീ നോക്കണ്ട, എങ്ങനെയും പയ്യെ ഇടിച്ച് കയറിയേ പറ്റുള്ളൂ, അല്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അത് നിനക്കറിയാമല്ലോ എന്ന് പറയുവാണ്. അത് കേട്ട് മനസ്സോടെ അനാമിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശീനെയാണ്. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഇപ്പോൾ ഉള്ള ഓരോ കുടുംബത്തിലെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അനാമിക കയറി ചെല്ലുന്നത്. അനാമിക കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശൻ മരുന്ന് കഴിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, കഴിച്ചില്ല എന്ന് പറയുമോ. അപ്പം അനാമിക പറയുക, ഞാൻ മരുന്നെടുത്ത് തരാൻ വേണ്ടി വന്നതെന്ന് പറയുവാണ്. അത് കേൾക്കുന്നത് മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അത് വേണ്ട മോളെ, നയന മോളല്ലേ എന്നും എടുത്തു തരുന്നേ, മോക്കതൊന്നും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അനാമി പറയണം, അത് സാരമില്ല, ഞാനതെന്താണെന്ന് വെച്ചാൽ നോക്കി എടുത്തു തരാമെന്നും പറഞ്ഞ് പയ്യെ ബോക്സ് അങ്ങ് എടുക്കുവാണ് കേട്ടോ മെഡിസിൻ ഇരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലല്ലോ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് മോക്ക് തോന്നുക, സ്ഥിരം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അത് കഴിയുമ്പോൾ അനാമിക മെഡിസിൻ്റെ ബോക്സിൻ്റെ അകത്തെ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് മുത്തശ്ശിയോട് പറയുകയാണ്, ഇതിലേതാ മുത്തശ്ശൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത്, അതറിയോ മുത്തശ്ശാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും അറിയത്തില്ല മോളെ, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല, നയനമോൾ എടുത്തു തരുന്നു, ഞാനത് കഴിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അനാമിക ഇനി എന്തെടുത്ത് കൊടുക്കുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് സാരമില്ല, മോളവിടെ വെച്ചേക്ക്, നയനമോൾ എടുത്തു വന്നോളും, പിന്നെ ഇപ്പോൾ അവർ യാത്ര പോയേക്കുവാണല്ലോ, അതുകൊണ്ട് മോൾ പോവുകയാണല്ലോ, അതുകൊണ്ട് മോളെല്ലാം ഒന്ന് ചോദിച്ച് പഠിച്ച് വെച്ചേക്ക് ഇറങ്ങുന്നതിന് മുമ്പെന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയാണ്, അയ്യോ അവർ യാത്ര പോകുന്നില്ല, ആദർശേട്ടൻ്റെ അമ്മയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, വൃശ്ചിക മാസമല്ലേ വരുന്നത്, 41 ദിവസം മാലയിട്ട് നോയമ്പെടുത്ത് എല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോകണമെന്ന്, അതുകൊണ്ട് യാത്ര മാറ്റി വെച്ചു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു ഷോക്കാവുകയാണ്. മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മരുമോനും ഒരുമിച്ച് പോകാതിരിക്കാനുള്ള അമ്മായിയമ്മയുടെ അടവ്, അല്ലാതെ എന്താ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ദേവയാനിയെ സപ്പോർട്ട് ചെയ്ത് അനാമിക പറയുന്നുണ്ട്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വലിയമ്മ അങ്ങനെ പറഞ്ഞേ എന്ന് പറയുമ്പം
മൂർത്തി പറയുവാണ്, ആ നല്ല കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല മോളെ, അതിൻ്റെ അനുഗ്രഹം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി അല്ല അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് ഓർത്ത് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അതവരെന്തായാലും അനുഭവിക്കാതിരിക്കില്ല. ദൈവങ്ങൾക്ക് പോലും എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ മോള് പൊയ്ക്കോ, നയന ഇവിടെ ഉണ്ടെങ്കിൽ മോള് തന്നെ എടുത്തു വന്നോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശനോട് എന്തായാലും വാർത്ത അറിയിപ്പിച്ച സന്തോഷത്തിൽ അവിടെ നിന്ന് അനാമിക അങ്ങ് ഇറങ്ങി പോവാണ്. അത് കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്തായാലും ദേവയാനി ചെയ്ത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നയന പായസം ഉണ്ടാക്കുവാണ്, പാൽപ്പായസം ഉണ്ടാക്കുവാണ് കേട്ടോ. അത് കണ്ട് ജലജ അങ്ങ് വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്പലപ്പുഴ പാൽപ്പായസം ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കളിയാക്കി. അപ്പം നയന പറയുന്നുണ്ട്, അമ്പലപ്പുഴയൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത പായസം തന്നെയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും വരെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും ജല ചോദിക്കുകയാണ്, അതിന് അമ്മ എന്തേലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, എല്ലാം നല്ലതാണെന്നല്ലേ പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നയന എടുത്തടിച്ചോല്ലോ മറുപടി കൊടുക്കുവാണ്, ആ മുത്തശ്ശി പറയാറുണ്ടല്ലോ അപ്പച്ചിയുടെ സ്വഭാവം കൊള്ളത്തില്ല എന്നും എൻ്റെ സ്വഭാവം നല്ലതാണെന്നും പറയാറുണ്ടല്ലോ, അപ്പോൾ കൊള്ളത്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയും എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജലജയ്ക്ക് പിന്നെയും ദേഷ്യം വരുവാണ്. ജലജ പറയാം, ചുമ്മാ അല്ലടി നിൻ്റെ ഹണിമൂൺ ട്രിപ്പ് നടക്കാതെ, അതിന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നിൻ്റെ അമ്മായിയമ്മ അതൊട്ട് നടത്താനും പോകുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഈ 41 ദിവസം എന്ന് പറയുന്നത് അത്ര ദൂരമുള്ള സമയമൊന്നും അല്ലല്ലോ, എന്തായാലും എൻ്റെ കാര്യം കൊടുത്ത് അപ്പച്ചി ബുദ്ധിമുട്ടുണ്ട്, അപ്പച്ചി പോയേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഇതൊന്നും ജലജയ്ക്ക് തീരെ ബോധിക്കുന്നില്ല. ജലജ വെള്ളിറങ്ങിയിട്ട് ചിന്തിക്കുവാണ്, ഇവക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് നേരെ പോകുന്ന അനാമികയുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ അനാമിക രേവതി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ജലജ എന്നിട്ട് പറയാണ്, ഓ ഒരുത്തവൾ ക്ഷേത്രത്തിൽ നിന്ന് മാലയിട്ട് വരുന്നവർക്ക് മധുരം കൊടുക്കണമെന്നും പറഞ്ഞ് പായസം ഉണ്ടാക്കുക, ഇനി അവളുടെ പായസം കൂടെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ എടുത്ത് തലേ വെക്കും ഈ കുടുംബത്തുള്ളവർ, എന്തൊരവസ്ഥയാ എന്നിങ്ങനെ പറയുമോ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിയും അനാമികയും ഇങ്ങനെ ആണോ പായസം ഉണ്ടാക്കുവാണോ, എന്നത് കുളമാക്കണമല്ലോ എന്നുള്ള രീതിയിൽ കട്ടയ്ക്ക് നിൽക്കും കേട്ടോ ജലജയുടെ കൂടെ. അതേസമയം ജലജ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞിട്ടെന്താ, ഇവിടെ എല്ലാവരും അവളെ എടുത്ത് തലയെ വെച്ചേക്കുക, അജയം പോലും എല്ലാ ആദർശനും കൊടുക്കുന്നതിന് ഒരു എതിർപ്പും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏടത്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് മോളെ, ഏടത്തി നാളെ കാല് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടും, ആർക്കും ഒന്നും കിട്ടും ഓർക്കണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാശിന് ആവശ്യമില്ലായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ജലജ അവിടെ നിന്ന് പോവും കേട്ടോ. കാശിന് നല്ല ആവശ്യമുള്ളതുകൊണ്ട് അനാമിക രേവതി ഇങ്ങനെ പറയുവാണ്, അത് നേരാ, എങ്ങനെയും പയ്യെ കാര്യങ്ങൾ കൈക്കലാക്കിയേ പറ്റുള്ളൂ, ആ നയനേനെ അതിനാദ്യം ഇവിടെ ഉള്ളവർ വെറുക്കണം എന്നിങ്ങനെ പരസ്പരം പറയുക കേട്ടോ. അത് കേട്ടുകൊണ്ടിരിക്കുന്ന രേവതി പറയാണ്, ഒരു കാര്യം ചെയ്യാം, അവിടെ പായസം എന്തായാലും കുളമാക്കണം എന്ന് പറഞ്ഞിട്ട് അനാമിക പറയാണ്, അത് നേരാ, അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി നേരെ വേണുവിനെ വിളിച്ച് എന്തോ സംസാരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രേവതി അനാമികയോട് വീണ്ടും ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുമ്പോൾ വേണു വണ്ടിയും കൊണ്ട് വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് പറയാണ്, ഇത് ഞാൻ ഒപ്പിക്കാൻ കുറച്ച് പാടുപെട്ടു, ഒരു പൊടിയാണ് കേട്ടോ. അത് കാണിച്ചിട്ട് പറയാണ്, ഇത് ഞാൻ ഒപ്പിക്കാൻ കുറച്ച് പാടുപെട്ടും, എന്തായാലും ഇതാ പായസത്തിൽ കലർത്തിയാൽ മതി, പിന്നെ ആൾക്കാർക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം കിട്ടുമല്ല, അവിടെ ഇരുന്നോളും, ഒറ്റ എണ്ണത്തിൻ്റെ വയറ് ശരിയായിരിക്കുമല്ല, പിന്നെ ഈ പൊക്കി പറയുന്നവരൊക്കെ അവളുടെ ഫുഡിനെ പറ്റി മാറ്റി പറഞ്ഞോളും എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് വേണു പറയുന്നുണ്ട്, അവരെല്ലാം അമ്പലത്തിൽ നിന്ന് വരുന്നോടം വരെ ഞാനിവിടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, അത് നേരാ, ആ കാഴ്ച വേണുവേട്ടനും കാണാമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടെ പരസ്പരം ഭയങ്കര സന്തോഷിച്ച് നിൽക്കും കേട്ടോ. അത് കഴിയുമ്പോൾ വേണു പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളിത് അറിയാതെ പോലും കഴിച്ചേക്കരുത് കേട്ടോ എന്ന് പറയുവാണ്. കഴിയുമ്പോൾ അനാമികയും രേവതിയും കൂടെ അടുക്കളയിൽ പോവാണ്. പയ്യെ പായസമൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിടും അനാമിക. എന്നിട്ട് പറയുകയാണ്, നല്ല ടേസ്റ്റ്, പക്ഷേ ചൂടുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയാം, എന്നാൽ ഇട്ടേക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പൊടി അതിൻ്റെ അകത്തോട്ട് വിതറാൻ തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അനാമിക പറയുന്നുണ്ട്, നമുക്ക് കഴിക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് ഒരു ചില്ല് പാത്രത്തിലോട്ട് പയ്യെ അവർക്ക് കഴിക്കാനുള്ളത് എടുത്ത് പയ്യെ മാറ്റി വെക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ബാക്കിയുള്ള പായസത്തിൻ്റെ അകത്തോട്ട് അനാമിക രേവതിയും കൂടെ പൊടിയിട്ടിട്ട് ഇളക്കി വെക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്